ഹായ് ഹലോ വെൽക്കം ടു നോർഡിക്. നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കണോ? ഞങ്ങളിവിടെ സുഖമായിരിക്കണോ കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു ലോങ് വീഡിയോ ഒന്നുമല്ല, ഈ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക്. ഞാൻ സ്വീഡനിലേക്കുള്ള മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് കുറേ എൻക്വയറീസ് വന്നിരുന്നു അതിനെപ്പറ്റി. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ജാനുവരി 15th ആയിരുന്നു. അപ്പോൾ ആപ്ലിക്കേഷൻ ക്ലോസ് ആയി. പക്ഷേ യൂണിവേഴ്സിറ്റി admissions.se എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റില് ഞാൻ കയറി നോക്കിയപ്പോഴത്തേനും കുറെ കോഴ്സസിന്, നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിന്, മാസ്റ്റേഴ്സിന് 120 ക്രെഡിറ്റ്സ് ഉള്ള കോഴ്സിന് വീണ്ടും ലേറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. പല കോഴ്സുകൾക്ക് ഉപ്സല യൂണിവേഴ്സിറ്റിയുടെ, സ്കോഡയുടെ, അങ്ങനെ പല യൂണിവേഴ്സിറ്റീസിനും ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവര് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ മിസ്സായി പോയവര്, പറ്റാത്തവര്, ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്തവര് അപ്ലൈ ചെയ്തോളൂ. ഈ സെയിം സൈറ്റിൽ തന്നെ കയറിയാൽ മതി. പിന്നെ കുറെ കോഴ്സുകളുടെ അഡ്മിഷൻ, അതായത് ആപ്ലിക്കേഷൻ ഡേറ്റ് മാർച്ച്, ഒരു മിഡ് മാർച്ചോടുകൂടെ 15th മാർച്ചോടുകൂടെ ഓപ്പൺ ആവുന്നുമുണ്ട്. ഒരുപാട് യൂണിവേഴ്സിറ്റീസിന്റെ, ഉമിയ യൂണിവേഴ്സിറ്റി, സ്കോഡ്, ഡളാർണ യൂണിവേഴ്സിറ്റി, അവരുടെയൊക്കെ പ്രത്യേകിച്ച് കേട്ടോ. അപ്പോ ഇപ്രാവശ്യം മിസ്സായിട്ടുള്ളവർക്ക് ആ ഒരു ടൈമില് അപ്ലൈ ചെയ്യാം. അത് മാത്രമല്ല, ഇപ്പൊ അപ്ലൈ ചെയ്യേണ്ടവർക്ക് ഈ ലേറ്റ് ആപ്ലിക്കേഷൻ ഡാറ്റാ സയൻസിന്, IT-ക്ക്, ബയോടെക്നോളജിക്ക്, ബയോളജിക്ക് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ലേറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിസ് ചെയ്തവര്, അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഒന്ന് നോക്കിക്കോളൂ. കറക്റ്റായി നോക്കി അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്തോളൂ. അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ആപ്ലിക്കേഷന് കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്ലൈ ചെയ്യുമ്പോഴത്തേനും എന്തൊക്കെയാ വേണ്ടത് എന്ന്. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഹൈസ്കൂളിന്റെ സർട്ടിഫിക്കറ്റ്സ്, അതായത് 10th +1 +2 സർട്ടിഫിക്കറ്റ്, അത് കഴിഞ്ഞ് ഡിഗ്രി, നിങ്ങൾ ബാച്ചിലേഴ്സ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ബാച്ചിലേഴ്സിന്റെ എല്ലാ സെമസ്റ്ററിന്റെയും മാർക്ക് ലിസ്റ്റ്, അതുപോലെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ഇതൊന്നും പോരാതെ തന്നെ നമുക്ക് ഒരു ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ആവശ്യമുണ്ട്. അത് നിങ്ങൾ വർക്ക് ചെയ്തിരുന്നിടത്തുനിന്നോ അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് പഠിച്ചിരുന്ന അവിടുത്തെ HOD-യിൽ നിന്നോ അങ്ങനെ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇത് മാത്രമല്ല, നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റിക്കും സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് ആവശ്യമാണ്. ഞാൻ പറഞ്ഞു 4 ഓപ്ഷൻസ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. അപ്പൊ 4 യൂണിവേഴ്സിറ്റീസിലേക്കും നമുക്ക് സെപ്പറേറ്റ് SOP, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, നിങ്ങൾ എന്താണ് ഈ കോഴ്സിലൂടെ, നിങ്ങളുടെ ആംബിഷൻ എന്താണ്, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ പ്ലാൻ എന്താണ്, ഇതൊക്കെ വളരെയധികം വൃത്തിയായി വിശദീകരിച്ച് ജെനുവിൻ ആവണമെന്ന് തോന്നുന്ന വിധത്തിലുള്ള SOP, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് നിങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ നിങ്ങൾ മാസ്റ്റേഴ്സ് അല്ലെ ഓൾറെഡി പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ ആ പോസ്റ്റ് ഗ്രാജുവേഷന്റെ സർട്ടിഫിക്കറ്റ്സ്, മാർക്ക് ലിസ്റ്റ്, ഇതെല്ലാം ആവശ്യമാണ്. ഇനി ഇത് മാത്രമല്ല, നിങ്ങൾ BTech MTech കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മീഡിയം ഓഫ് എന്താ പറയുക, ടീച്ചിങ്, നിങ്ങളുടെ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ഇത് ഇംഗ്ലീഷ് ആണ് എന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പ്രിൻസിപ്പലിന്റെ അടുത്തോ യൂണിവേഴ്സിറ്റി ഡയറക്ടറിന്റെ അടുത്തോ ഒക്കെ ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. മാത്രമല്ല പാസ്പോർട്ടിന്റെ കോപ്പി. ഇത്രയുമാണ് ക്ലിയർ ആയിട്ട് ആവശ്യമുള്ളത് കേട്ടോ. ഇനി എന്തെങ്കിലും നിങ്ങൾ ആ ടൈമിൽ മിസ്സായിട്ടുണ്ട്, അപ്ലോഡ് ചെയ്യാൻ മിസ്സായിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾക്ക് അതിനെ റിഗാർഡ് ചെയ്തിട്ട് മെയില് വരും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം. അപ്പൊ ആ മെയിലില് നിങ്ങൾക്ക് മെയിലിന് റെസ്പോൺസ് ആയിട്ട് ഇതൊക്കെ അയച്ചു കൊടുത്താലും മതിയായിരിക്കും. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഈ ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.